ജമ്മുകശ്മീരിൽ ബി.ജെ.പി തെരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഇന്ന് ജമ്മുവിലെത്തും. ബി.ജെ.പി സംസ്ഥാന സമിതി യോഗത്തിലും ജെ.പി. നദ്ദ പങ്കെടുക്കും. വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ജമ്മുകശ്മീരിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുകയാണ്. പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സജ്ജമായി കഴിഞ്ഞു എന്നുള്ളത്. എന്താണ് വിവരങ്ങൾ കൂടുതലായി? ലക്ഷ്മി, ഈ വർഷം സെപ്റ്റംബർ മാസത്തിന് മുൻപ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കശ്മീരിലെ വിവിധ കക്ഷികൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ട്, അതായത് കശ്മീരിന്റെ പ്രത്യേക അധികാരം അനിവാര്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് 2023 ഡിസംബർ മാസം 11-ാം തീയതിയാണ് ചരിത്രപരമായ സുപ്രീം കോടതി വിധി വന്നത്. ആ വിധിയിൽ പക്ഷേ ഒരു കാര്യം കേന്ദ്ര സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചത് ഈ വർഷം സെപ്റ്റംബറിന് മുൻപ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ്. ബാക്കി കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനത്തെ പൂർണ്ണമായി തന്നെ സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. ആർട്ടിക്കിൾ 370 അത് താൽക്കാലികമായി കശ്മീരിന് നൽകിയതാണ്. അതൊരു സ്ഥിരം സംവിധാനമായി അവിടെ നിർത്തേണ്ടതില്ല എന്ന നിരീക്ഷണമാണെന്ന് സുപ്രീം കോടതി നടത്തിയത്. പക്ഷേ വളരെ വേഗത്തിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരു ആവശ്യം കോടതി മുന്നോട്ട് വെച്ചു. അതിനാൽ തന്നെ ഒരുപക്ഷെ അടുത്ത മാസമോ അതിന്റെ അടുത്ത മാസമോ ആയി ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് ബി.ജെ.പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ.പി. നദ്ദ ഇന്ന് ഉച്ച കഴിഞ്ഞ് ജമ്മു കാശ്മീരിലെത്തുന്നത്. ജമ്മുവിൽ അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കും. ജമ്മു കാശ്മീരിൽ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി വളരുക എന്നതാണ് ബി.ജെ.പിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം. കാരണം ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷം ജമ്മു കാശ്മീരിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനമായി ബി.ജെ.പി ദേശീയ തലത്തിൽ തന്നെ ഉയർത്തി കാണിക്കുന്നത്. സൈന്യത്തിന് നേരെയുള്ള കല്ലേർ കുറഞ്ഞു, ഭീകരാക്രമണം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു, കശ്മീരി പണ്ഡിറ്റുകൾക്ക് തിരിച്ച് വാലിയിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറി. മുസ്ലിം പെൺകുട്ടികൾ തന്നെ ജമ്മു കാശ്മീരിന്റെ മാറ്റത്തെപ്പറ്റി വിശദീകരിക്കുന്ന ധാരാളം വീഡിയോകൾ ഉൾപ്പെടെ പുറത്തു വരുന്നു. മാത്രമല്ല ഏറ്റവും പോസിറ്റീവായ ഒരു സൈൻ ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും ഇതിൽ കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് ആണ്. അതായത് ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വോട്ടിംഗ് ശതമാനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. നമുക്കറിയാം മറ്റ് പല സംസ്ഥാനങ്ങളിലും കനത്ത ചൂടും അല്ലെങ്കിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയും കാരണം ഉത്തർപ്രദേശൊക്കെ പോലെ പല സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറയുന്നുണ്ടായിരുന്നു. പക്ഷേ ജമ്മു കാശ്മീരിൽ നാം കണ്ടത് വലിയ തോതിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്ന ഒരു സാഹചര്യം ജമ്മു കാശ്മീരിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ്. ശ്രീനഗർ അടങ്ങുന്ന ഈ മണ്ഡലങ്ങളിലേക്ക് വോട്ടിംഗ് ശതമാനം നമ്മൾ മുൻപ് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കേവലം 10-നും 20-നും ശതമാനത്തിനിടയിൽ മാത്രമാകും. കൂടി വന്നാൽ അതൊരു 19% അല്ലെങ്കിൽ 18% ഒക്കെ ആണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 50% മുകളിൽ പോളിംഗ് ആണ് ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നത്. അതിനാൽ ജനാധിപത്യത്തിന്റെ ഒരു വസന്തകാലം കശ്മീരിനെ തേടിയെത്താൻ പോകുന്നു എന്നതിന്റെ കൃത്യമായ സന്ദേശമായി അത് കാണുന്നു. അതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനും വലിയൊരു ആവേശം ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താനുണ്ട്. ഒപ്പം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജമ്മു ബെൽറ്റ് ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. മുൻപും ബി.ജെ.പിക്ക് അവിടെ ധാരാളം സീറ്റുകൾ ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ 2016 അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും 25 സീറ്റുകൾ ബി.ജെ.പി ജമ്മു കാശ്മീരിൽ വിജയിച്ചത് ഈ ജമ്മു റീജിയണിൽ നിന്നാണ്. അപ്പോൾ ബി.ജെ.പിയുടെ ഒരു കണക്കുകൂട്ടൽ എന്നത് ഈ ജമ്മു റീജിയൻ പരമ്പരാഗതമായി തങ്ങൾക്ക് സ്വാധീനമുള്ളതാണ്. അവിടെ സീറ്റുകൾ അതേപടി തന്നെ നിലനിർത്തുവാനോ അതല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടുവാനോ സാധിക്കും. ഇത് കൂടാതെ മുസ്ലിം സ്വാധീന മേഖലയായ വാലിയിലേക്ക്, അതായത് താഴ്വര അടങ്ങുന്ന ശ്രീനഗറും ബാരാമുള്ളയും അതല്ലെങ്കിൽ ഈ കുപ്വാരയും ഒക്കെ അടങ്ങുന്ന ജമ്മു കാശ്മീർ താഴ്വരയിലേക്ക് കൂടി സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തം നിലയിൽ മാത്രമല്ല മറ്റു ചില പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ട് അവിടേക്ക് കൂടി കടന്നു ചെന്ന് നാഷണൽ കോൺഫറൻസിന്റെയും PDPയുടെയും വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ അത് വലിയ മുന്നേറ്റമായി കശ്മീരിൽ മാറ്റാം. അങ്ങനെ അധികാരം തന്നെ അവിടെ പിടിക്കാമെന്നൊരു കണക്കുകൂട്ടൽ ബി.ജെ.പിക്കുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ജെ.പി. നദ്ദ അവിടേക്ക് എത്തുന്നത്. മാത്രമല്ല ഇന്ന് ശ്യാമപ്രസാദ് മുഖർജി, ജനസംഘത്തിന്റെ സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയുടെ ജയന്തി ദിനമാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ബലിദാനം എന്നത് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടാണ്. കശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം 1953 ജമ്മു കാശ്മീരിലേക്ക് ഒരു പദയാത്ര നടത്തുകയും ശ്രീനഗറിൽ വെച്ച് അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയുമാണ് ഉണ്ടായത്. അതിനാൽ അതേ ദിവസം തന്നെ അദ്ദേഹം ജനിച്ച ഈ ദിവസം തന്നെയാണ് ഇന്നിപ്പോൾ ബി.ജെ.പി ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി ഒരു പ്രത്യേക യോഗം ഇന്ന് ചേരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ലക്ഷ്മി, ദേശീയ അധ്യക്ഷൻ എത്തുന്നുണ്ട്, സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.